കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടാനുള്ള സമരാഗ്നി 14 ജില്ലകളിലൂടെയും പര്യടനം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് പരിപാടി ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 5:10 പരിപാടി ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി, ഒപ്പം KC വേണുഗോപാൽ, K സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വേദിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ പരിപാടികൾക്ക് തുടക്കമാവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്ദേമാതരം പാടിയാണ് ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ 14 ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്? ഏതൊക്കെ തരത്തിലാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഇതിൽ വലിയ സംഘടനാ മുന്നൊരുക്കം കോൺഗ്രസ് നടത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ ഈ ജനപങ്കാളിത്തം തന്നെയാണ് അത് തെളിയിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സദസ്സ് നിറഞ്ഞ് ഒഴുകിയിരിക്കുകയാണ്. ആ പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂർ മുമ്പ് തന്നെ വലിയ ജനപങ്കാളിത്തം, പരമാവധി പ്രവർത്തകരെയും അണികളെയും ഇവിടെ എത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തി. ഈ രാഷ്ട്രീയ ക്യാമ്പയിന്റെ അതിന്റെ പ്രാധാന്യം അത്രത്തോളം കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകരുടെയിൽ എത്തിച്ചു എന്നതാണ് അത് തെളിയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. സംഘടനാ തലത്തിൽ പ്രവർത്തകരെ, അണികളെ കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. സ്വാഭാവികമായും ആ തരത്തിലുള്ള സംഘടനാ ചലനം ഈ സമരാഗ്നിയിലൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. 30-ലധികം കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസമ്മേളനങ്ങളിൽ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് വലിയ പ്രചാരണം, വലിയ ഈ രാഷ്ട്രീയ, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വലിയ പ്രചാരണ പരിപാടിയായി ഇതിനെ മാറ്റുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജാഥയിലൂടെ, ഈ സമരാഗ്നിയിലൂടെ മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പയിനുകളും മുദ്രാവാക്യങ്ങളുമുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള രാഷ്ട്രീയ ക്യാമ്പയിനാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ രണ്ട് ഭരണവും ഈ ഭരണം വലിയ ദുർഭരണമാണ് എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളുമായി സംവദിക്കുക. സംസ്ഥാന സർക്കാരിനെതിരെ നിലവിൽ ഉയർന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അത് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. അങ്ങനെ സമീപകാലത്തുണ്ടായിരുന്ന അത്തരം ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തമായി തന്നെ ഇവർ കടന്നു പോകുന്ന വേദികളിൽ 14 ജില്ലകളിലും ഒരുക്കിയിട്ടുള്ള വേദികളിൽ ജനങ്ങളുമായി സംവദിക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം, സാഹചര്യമുണ്ടെന്ന് നമുക്കറിയാം. അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നു. ആ രാഷ്ട്രീയ ക്യാമ്പയിൻ ശേഷം കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി. ദേശീയ തലത്തിൽ പോലും ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിന് പ്രസക്തി ഉണ്ടാകുന്നു എന്ന തരത്തിൽ വിലയിരുത്തൽ ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസിനെതിരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷം പൊതുവെ നടത്തുന്നു. അതിനു മറുപടി നൽകുക, അതിന് പ്രതിരോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. BJPക്കെതിരായിട്ടുള്ള ബദൽ ശക്തിയായി കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇടതുപക്ഷമാണെന്ന് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായാൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലബാർ ഉൾപ്പെടെ വലിയ നഷ്ടമുണ്ടാകുമെന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തിയിട്ടുള്ള അത്തരം പ്രചാരണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി നൽകുക, അതിനെ പ്രതിരോധിക്കുക എന്ന് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതോടൊപ്പം ദേശീയ സാഹചര്യം, ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം, ഈ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നത് കോൺഗ്രസ് ആണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തി ഉള്ളത് കോൺഗ്രസിനാണ് എന്ന് ഈ വേദികളിലെല്ലാം അത്തരത്തിലുള്ള ക്യാമ്പയിൻ കൂടി മുന്നോട്ട് വെക്കുക, അത്തരത്തിലുള്ള മുദ്രാവാക്യം, അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം ഉണ്ടാക്കുക എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയൊരു മുന്നൊരുക്കം, പ്രചാരണം എന്നതാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ വിവിധ നേതാക്കളുടെ, ഈ ജാഥാ നായകരായിട്ട് ഉൾപ്പെടെയുള്ളവരുടെ, അതായത് KPCC അധ്യക്ഷൻ VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ
പ്രതികരണം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതികരണം പുറത്തു വന്നിരുന്നു. അവരെല്ലാം സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്നു. സംസ്ഥാന സർക്കാരിന് BJPക്കെതിരെ ഒരു വിരൽ പോലും അനക്കാൻ കഴിയില്ല. ഇപ്പോൾ ഡൽഹിയിലെ സമരം ഉൾപ്പെടെ അതൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന തരത്തിൽ ഉള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിനെതിരെ BJPക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അതിൽ ഇടതുപക്ഷത്തിന് ആത്മാർത്ഥതയില്ല എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലൈനാണ്. ആ രാഷ്ട്രീയ ലൈൻ തന്നെയായിരിക്കും, ആ രാഷ്ട്രീയ നീക്കം തന്നെയായിരിക്കും ഈ സമരാഗ്നിയുടെ ആദ്യാവസാനം കോൺഗ്രസ് മുന്നോട്ട് വെക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്രങ്ങളിൽ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കുക, അണികളെ അണിനിരത്തുക, അതൊരു വലിയ എല്ലാ കേന്ദ്രങ്ങളിലും ശക്തി പ്രകടനമാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ ഈ പ്രവർത്തകരെയെല്ലാം അവർക്ക് ഇത് സജ്ജമാക്കേണ്ടത് സ്വാഭാവികമായും അനിവാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സംഘടനാ തലത്തിലുള്ള ഒരു സജ്ജീകരണം കൂടി ഈ സമരാഗ്നിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. UDFിനെ ആകെ വലിയ ആവേശത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നേതൃത്വമായി കോൺഗ്രസ് മാറുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക അതുകൂടി ലക്ഷ്യമുണ്ട്. ആ തരത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അതിന് ഇന്ന് തുടക്കമാവുകയാണ്. അല്പസമയത്തിനകം ഇത് സമരാഗ്നി രാഷ്ട്രീയ ക്യാമ്പയിൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ നേതാക്കളെല്ലാം വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. KPCC അധ്യക്ഷനുണ്ട്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. അത്തരത്തിൽ എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ MPമാർ, MLAമാർ, മറ്റ് KPCCയുടെ പ്രധാനപ്പെട്ട ശരി, അരുൺ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സമരാഗ്നി ഒരു വിജയമാക്കി തീർക്കാൻ. മാത്രമല്ല തികഞ്ഞ പ്രവർത്തക പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ്. കാസർഗോഡാണ് സമരാഗ്നിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 29-ന് 14 ജില്ലകൾ കൂടി പര്യടനം നടത്തി 29-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് സമരാഗ്നി സമാപിക്കുക. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണ് ഇതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. വിവരങ്ങളാണ് കാസർഗോഡ് നിന്ന് ദീപക് ധർമ്മടവും അരുൺ പൂപ്പറമ്പയും നൽകിയത്.